ചില റിലേഷൻഷിപ്പ് പോലെയാണ് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. സംഭവം നമുക്കറിയാം ടോക്സിക് ആണെന്ന്, എന്നാലും നമുക്കങ്ങ് വിടാൻ പറ്റൂല. ഹലോ, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹംബിൾ വെറൈറ്റി ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴാണ് ഞാൻ ഇന്നും പല്ലേക്കാൻ മറന്നെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ പോയി പല്ലേച്ചു. അത് കഴിഞ്ഞ് നേരെ അടുത്ത പരിപാടി സൺസ്ക്രീൻ ഇടല. ഈ കരി പിടിച്ച പാത്രത്തിന്റെ അടി തേച്ചുരയ്ക്കുന്ന പോലെയാണ് ഞാൻ എന്റെ മുഖത്ത് ഈ സാധനം തേച്ച് പിടിപ്പിക്കുന്നത്. വെറുതെ അല്ല എന്റെ മുഖത്ത് ഇത്രയും കുരു വരുന്നത്. ഇതൊരു കല്യാണത്തിനുള്ള ഒരുക്കാണ്. പിന്നെ വേറെ അഡീഷണൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ സൺസ്ക്രീൻ ഞാൻ അത്യാവശ്യം വാരി പൊത്തി. പക്ഷെ വാരി പൊത്തുമ്പോൾ എന്റെ മനസ്സിൽ ഒറ്റ തോട്ടേ ഉള്ളായിരുന്നു. കാരണം 50 ഗ്രാമിന് 1000 രൂപയുടെ അടുത്ത് വിലയാണ്. എന്റെ മനസ്സ് പോലെ തന്നെ എന്റെ സ്കിന്നും കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഒരിക്കലും എനിക്കൊരു സ്കിൻ അലർജി വന്നപ്പം ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ കിട്ടിയ ട്രൂ ഡെർമയുടെ സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വില കുറച്ച് കൂടുതലാണെങ്കിലും റിസൾട്ട് അടിപൊളിയാണ്. കുറച്ച് നേരത്തേക്ക് മുഖത്ത് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. അതിന്റെയാണ് ഈ വെളുത്തിട്ട് പാറി പോലെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ലിപ് ബാം ഒക്കെ ഇട്ട് അങ്ങ് സുന്ദരിയായി. ചില റിലേഷൻഷിപ്പ് പോലെയാണ് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. സംഭവം നമുക്കറിയാം ടോക്സിക് ആണെന്ന്, എന്നാലും നമുക്കങ്ങ് വിടാൻ പറ്റൂല. എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ തവളയൊക്കെ കൊതുകിന് പിടിക്കാൻ വേണ്ടി തല ഇങ്ങനെ പൊക്കി വെക്കില്ല, അതുപോലെയാണ് ഞാൻ ക്യാമറ കാണുന്ന സമയത്ത് എന്തോ കാര്യത്തിന് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതാണ്. എന്റെ കോമ്പാക്ട് പൗഡറും ബാക്കി എല്ലാ സാധനങ്ങളും ദേ 10 രൂപയുടെ പൗഡറാണ്. വിലയോ തുച്ഛം ഗുണം മെച്ചമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇത് വെച്ച് കുറെ കൊല്ലങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയും കഷ്ടപ്പെട്ട് തുടച്ചു കളയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ, എനിക്കിതൊരു ശീലമായി പോയെന്നാ തോന്നുന്നു. ഈ 1ലും 2ലും പഠിക്കുന്ന പിടുക്ക് പോലത്തെ പിള്ളേരൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കണ്ണെഴുതുന്നതെന്ന് ഞാൻ പലപ്പോഴും അസൂയപ്പെട്ട് നോക്കി എന്നിട്ടുണ്ട്. കാരണം അതും എനിക്ക് അറിഞ്ഞൂടെ. സാരി ആകുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഒരു ഹാഫ് സാരി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതായിട്ട് വന്നത്. വന്നു നോക്കുമ്പം അത് അതിനേക്കാളും കഷ്ടപ്പാട്. ലാസ്റ്റ് എനിക്ക് ലൂമി തന്നെയാണ് ഉടുപ്പിച്ചത്. കാരണം എന്താ, നേരത്തെ പറഞ്ഞ പോലെ ഇതിനുള്ള കഴിവില്ല. അങ്ങനെ അവര് കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം എന്നെ സാരി ഉടുപ്പിച്ചു. എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു, നോക്കി നിന്നാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ കണ്ണെല്ലാം എഴുതി പൊട്ടൊക്കെ തൊട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് സെറ്റായി ഇതേ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം തടിച്ചുരുണ്ട ഒരു പൊട്ടറ്റോ കോലം ആയിട്ടുണ്ട്. അത് വിട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ്, എൻ്റെ ഹെയർ സ്റ്റൈൽ. ഞാൻ എവിടെ പോകുമ്പോഴും, അതിപ്പോൾ കല്യാണത്തിന് പോകണമെങ്കിലും, മരിച്ച വീട്ടിൽ പോകണമെങ്കിലും, സ്കൂളിൽ പോകണമെങ്കിലും, കോളേജിൽ പോകണമെങ്കിലും ഒക്കെ കാലാകാലങ്ങളായിട്ട് ഞാൻ ഒരേ ഹമ്പാണ് കെട്ടുന്നത്. എന്തേലും ആവട്ടെ, എന്തായാലും ഞാൻ വാളയും മാലയൊക്കെ ഇട്ട് ഇതേ ഒരുങ്ങി നിന്നിട്ടുണ്ട്. അഥവാ ഇതായിരുന്നു എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, ബൈ ബൈ.